ഈ ഇടയ്ക്ക് ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. അതായത് നമ്മളൊരു ഓഫ് ലൈസൻസ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു 18 വയസ്സ് കേട്ടോ, 18 വയസ്സായ ഒരു പെൺകുട്ടി, നമ്മുടെ മലയാളി കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ വെയ്പ്പിംഗ് ഒക്കെ പരിപാടിയുണ്ട്, വലിച്ചിങ്ങനെ വരുന്നു. കണ്ടറിയാം, ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ഒരു ഫീലിംഗ് ഉണ്ട്, എനിക്കറിയില്ല, പക്ഷെ കണ്ടങ്ങനെ തോന്നി. അപ്പോൾ ഓൾറെഡി ചെറിയൊരു കുഴഞ്ഞൊരു അവസ്ഥയിലാണ് വന്നത്. എന്നിട്ട് വന്നിട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുള്ള് മറ്റേ വോഡ്ക എന്തോ ഒരു സാധനം ബോട്ടിൽ മേടിക്കുന്നു, പോകുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കത് ഭയങ്കര അൺയൂഷ്വലായിട്ട് നമ്മളങ്ങനെ കാണുന്ന ഒരു കാഴ്ചകളല്ല പൊതുവെ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ നമുക്ക് തോന്നി, ഇതൊക്കെ എന്താണ് ഇന്നത്തെ ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ നീനു ആക്ച്വലി അത്യാവശ്യം പിള്ളേരുടെ ഇടയിലും പിന്നെ ഈ പറഞ്ഞ പോലുള്ള എല്ലാ ഗ്രൂപ്പുമായിട്ട് മിങ്കിളാവുന്ന ഒരാളാണ്. നീനു ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? എന്താണ് ഇതിന്റെ ഒരു അഭിപ്രായം? അതിനെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, മദ്യപിക്കുന്നത് ഒരു തെറ്റല്ല. പിന്നെ മദ്യം, നമുക്ക് വേണ്ട മദ്യം നമ്മൾ തന്നെ പോയി മേടിക്കണമല്ലോ കടയിൽ നിന്ന്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഓക്കെ, അതാണ്. പിന്നെ ഇതിപ്പോ മലയാളി പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കും അത് നമ്മളതിൽ ശ്രദ്ധ ആകർഷിച്ചത്. ഇപ്പൊ ഇവിടെയുള്ള ഒരാൾ വന്ന് മേടിച്ച അതൊരു സംഭവമല്ല. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അതൊരു ഇമ്പോർട്ടന്റ് സംഭവം തന്നെയാണ്. നമുക്ക് നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു 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 ചെക്കിങ് ഒരു മൈൻഡ് ഉണ്ടല്ലോ, അത് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നീനുന് അപ്പൊ ഓവറോൾ ഇപ്പൊ ഇന്നിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പഴയ തലമുറ ഉള്ള മലയാളീസ് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് ചെറുപ്പക്കാരൊക്കെ സത്യം പറഞ്ഞാൽ കൈവിട്ട് പോകുന്ന അവസ്ഥകൾ, കാരണം ഒരുപാട് ഇൻസിഡൻസ് വരുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ പല അടികൾ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് പലതും കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ? കാരണം ചെറുപ്പക്കാരോട്ടൊക്കെ മിങ്കിളാവുന്ന സ്ഥിതിക്ക് നീനുന് ഈ ഇവരുടെ കൂടെ നിൽക്കും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? എന്താണ്? ഞാൻ അങ്ങനെ ആരും മോശമായ രീതിയിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇതുപോലെ വായിച്ചിട്ടുണ്ട്. ഇതുപോലെ പല ഇവിടെയുള്ള യുവതികളെ പീഡിപ്പിച്ചു, അങ്ങനെ അകത്ത് പോയി, അങ്ങനെയൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു 100 പേരിൽ 2 പേരായിരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് നമ്മളും എല്ലാവരെയും ഒന്നടങ്കം പറയുന്നത് ശരിയായുള്ള പ്രവണതയല്ല. അല്ല, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നമ്മള് എല്ലാവരെയും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി വൈസ് നോക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബാധിക്കുമ്പോൾ നമുക്കത് സ്വാഭാവികമായിട്ട് തോന്നില്ലേ? കാരണം ഇതെന്താണ് നമ്മുടെ ഒരു മലയാളി പിള്ളേർ ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. എന്ത് തോന്നുന്നു? അങ്ങനെ ചെയ്യുന്നത് വളരെ മോശമായ ഒരു രീതി തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഇവിടെയുള്ളവരെ തന്നെ കുറ്റം പറയുക, അവരെ കളിയാക്കുക, നമ്മുടെ ഭാഷയിൽ കളിയാക്കുക, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ജോലി സ്ഥലത്താണെങ്കിലും അങ്ങനെയൊക്കെ. ഉം, അതൊക്കെ ഉം. വളരെ മോശം പ്രവണതയാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഒരുപാട് പേര് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട്. ഈ ഒരു വളരെ ചെറിയ ഏജിൽ തന്നെ നാട്ടിൽ നിന്ന് വന്ന് അവര് ഓവർ ടൈം ഒക്കെ ചെയ്ത് കാശുണ്ടാക്കി വീട്ടിലേക്ക് അയക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ലോണും കാര്യങ്ങളും അവർ അടയ്ക്കുന്നു. റെന്റ് പേ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കുറെ നല്ല കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അതായത് എനിക്ക് തോന്നുന്നു അത് വലിയൊരു പോയിന്റാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു വിഭാഗം ചെറുപ്പക്കാര് എനിക്ക് തോന്നുന്നു ഒരു 23 വയസ്സിനുള്ളിൽ തന്നെ ഈ പറയുന്ന വീട്ടിലെ പ്രശ്നങ്ങളും എല്ലാം ഒക്കെ തീർത്ത് അവരുടെ ജീവിതം തുടങ്ങി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നേരെ മറിച്ച് പഴയ വന്ന ആൾക്കാർ ഒരു 30 വയസ്സായാലും തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? അങ്ങനെയാണോ? അതെ അതെ അതെ. കാരണം എനിക്ക് തോന്നുന്നത് ഇവിടെ വന്ന് അവര് ഓവർ ടൈം ഇതെല്ലാം കഴിഞ്ഞ് ഒരുപക്ഷെ എനിക്കൊക്കെ കിട്ടുന്ന അത്രയും തന്നെ അധികം അതിൽ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ അത് അവരുടെ ഒരു സക്സസ് ആണ്. അപ്പൊ തീർച്ചയായും. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ ശരിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ നീനു 2 ഗ്രൂപ്പ് ഇപ്പൊ എത്ര വർഷമായി നീനു ഇവിടെ വന്നിട്ട്? ഞാൻ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 12 വർഷം. 12 വർഷമായി. ഓക്കെ. അപ്പോൾ ഈ ഒരു 12 വർഷം എന്ന് പറയുമ്പോൾ പഴയ ആൾക്കാരുമായിട്ടും നല്ലൊരു കണക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരും ഇവരും തമ്മിൽ എങ്ങനെയാണ് ചെറുപ്പക്കാരും ഇവരുടെ ഒരു ഗ്യാപ്പ് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഗ്യാപ്പുകൾ. അപ്പോൾ എന്താണ് നിന്നുന് അനുഭവപ്പെട്ടിട്ടുള്ളത്? എങ്ങനെയുള്ള ഗ്യാപ്സ് ഒക്കെ ഉണ്ടോ ശരിക്കും? ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തി എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ അവരെത്രത്തോളം ഞാനുമായിട്ട് ചേർന്ന് പോകുന്നു, അതാണ് ഞാൻ ഒരാളിൽ നോക്കാറുള്ളത്. അവരിപ്പോ പഴയ ആളാണോ പുതിയ ആളാണോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം പഴയ ആളായതുകൊണ്ട് അവർ നമ്മളായിട്ട് ചേരും, അല്ലെങ്കിൽ പുതിയ ആളായതുകൊണ്ട് ഇവർ നമ്മളായിട്ട് ചേരില്ല. അത് തന്നെ പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർ രണ്ടുപേർക്കും ഉണ്ട്. ഉം, ഉം, ഇപ്പൊ ഉം. നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഇവർ പറയും നിങ്ങളുടെ അസോസിയേഷൻ പരിപാടിക്കൊന്നും നമ്മളില്ല. അതെന്താ, നിങ്ങൾ കോട്ടും സൂട്ടിട്ട് ഇംഗ്ലീഷിൽ ഓണപരിപാടിക്ക് പറയുന്ന ടീംസ് അല്ലേ, ഞങ്ങളില്ല എന്ന് പറയും. മനസ്സിലാവുന്നു, മനസ്സിലാവുന്നു. ചെറുപ്പക്കാര് പറയും അല്ലേ? ചെറുപ്പക്കാർ പറയും. ആ. നമ്മൾ ഇവരുടെ പരിപാടിക്ക് വിളിക്കുമ്പോൾ അവർ പറയും അതൊക്കെ ഈ അലമ്പ് പിള്ളേരുടെ പരിപാടിയാണ്, വെള്ളമടിച്ച് തുള്ളുന്ന പരിപാടിക്ക് നമ്മളില്ല എന്ന് അതെ, അതെ, പറയും അതെ, അവര്. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കും അല്ലേ കൂടുതലും? ജഡ്ജ്മെന്റും പിന്നെ പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അപ്പൊ അതിപ്പം. എന്തായിരിക്കാം അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ എന്തായിരിക്കാം കാരണങ്ങൾ ഉണ്ടാവുക? കാരണം പലരും ചിന്തിക്കുന്നത് ഞാൻ എങ്ങനെയായിരുന്നു എന്റെ ടീനേജിൽ, അങ്ങനെ തന്നെ ആയിരിക്കണം പുതിയ ആളുകളും എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതൊരു എത്രക്കില്ലെന്ന് പറഞ്ഞാലും അതൊരു നഗ്നമായ സത്യമാണ്. അതെ, അതെ, അപ്പം അതെ. തീർച്ചയായും. നമ്മളുമായിട്ടും പുതിയ ആളുകളെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതുപോലെ പുതിയ ആളുകളാണെങ്കിലും അവര് പഴയതാണ്, അവര് അങ്ങനെയാണ്. അപ്പൊ അത് അംഗീകരിക്കുക. നമ്മളല്ലാണ്ട് അതിൽ കുറ്റം കുറവ് പറയാനും അങ്ങനത്തെ ഒരു പ്രവണത നല്ലതല്ല. അതെ. ഇല്ല, ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട് രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. പാരലലി പോകും, പക്ഷെ ഇവരൊരിക്കലും ചേരില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. എന്നാൽ അതിനിടയിൽ ചില ആൾക്കാരുണ്ട്. ഇപ്പം നീനുവിനെ എടുക്കാം ഉദാഹരണം. അല്ലെങ്കിൽ നമുക്ക് പല ആൾക്കാരെ അറിയാം. നമുക്ക് ഇതിനിടയിൽ പോകുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലേ? ഇപ്പം ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പോ നീനുവിന്റെ ഇപ്പൊ പാഷൻ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഡാൻസിങ് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഇൻട്രസ്റ്റഡ് ആണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പ്രായം കഴിയുന്ന ആൾക്കാർ അതൊന്ന് ഫെയ്ഡ് ഔട്ട് ആവാറില്ലേ പലപ്പോഴും? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ എന്താവണമെന്ന് നമ്മൾ വിചാരിക്കുന്നോ അത് നമുക്കാവാൻ പറ്റും.
ഇപ്പൊ നമുക്ക് അതിനൊരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമുക്കത് പറ്റില്ല. അതെ. നമുക്ക് ആ ഒരു നമ്മുടെ ഇത്, എല്ലാ തടസ്സങ്ങളും മാറ്റി നമ്മൾ വരുമ്പോഴാണല്ലോ അതിനൊരു സക്സസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അതാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഉദാഹരണത്തിന് നീനു വന്ന സമയത്തുണ്ടായിരുന്ന കൂട്ടുകാര്, ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ ഒരേ മറ്റേ വഞ്ചിയിൽ പോയവരെന്നൊക്കെ പറയില്ലേ? പിന്നീടൊക്കെ ഫെയ്ഡ് ഔട്ട് ആയി പോയി, അവരുടെ ലൈഫ് മാറിപ്പോയിട്ടായിട്ട് അത് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു അവരൊക്കെ അന്ന് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നും. പക്ഷെ അതിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഉം. അപ്പൊ ഞാൻ നാട്ടിൽ മോഡലിംഗ് ചെറിയ രീതിയിൽ മോഡലിംഗ്, ഞാൻ ഫാഷൻ ഡിസൈനർ ആണ്. അപ്പൊ ഞാൻ ചെറിയ രീതിയിൽ മോഡലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴും അത് കുറച്ച് എനിക്കത് ഇഷ്ടമായത്, അപ്പൊ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ. ഉം. അപ്പം ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പം അവര് പണ്ട് തൊട്ടേ അങ്ങനത്തെ ഒരു ആൾക്കാരല്ല. അപ്പൊ പിന്നെ അവർക്ക് അതിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. മനസ്സിലായി. നമ്മുടെ ലൈഫുമായിട്ട് അതായത് അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ് അല്ലേ? ഒരു അവരുടെ ഒരു രീതികളും ചിന്തകളും ഒരു നോർമൽ ഒരു സൊസൈറ്റിയുടെ അകത്ത് എങ്ങനെ പോകാം എന്നുള്ളൊരു ചിന്തയുള്ള ആൾക്കാരായിരിക്കാം. അതും നമുക്ക് എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം കുറച്ച് പേര് അങ്ങനെയാണെങ്കിലും കുറച്ച് പേർക്ക് ഇതുപോലെ പലരും ഇപ്പൊ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇതിലേക്കൊക്കെ വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഉം. ഇപ്പൊ ഡയറ്റിന്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കോണ്ടാക്ട്സ് ഒക്കെ കിട്ടുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അത് ഞാൻ എന്തുകൊണ്ട് ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലരുടെയും അനുഭവങ്ങളും കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിൽ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് റെസ്ട്രിക്ഷൻ കാരണം അവരുടെ സ്വപ്നങ്ങളും എല്ലാം തളർന്ന് അല്ലെങ്കിൽ മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു വലിയ വിഭാഗം ലേഡീസ് ഉണ്ട്. അപ്പൊ പ്രത്യേകിച്ച് യു കെയിലൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെയൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടോ? കാരണം ഉദാഹരണത്തിന് നീനു എന്നെ നേരത്തെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിനിടയിൽ അല്ലേ ക്ലബ്ബ് പാർട്ടിക്ക് പോകാൻ അതെല്ലാം റെസ്ട്രിക്ഷന്റെ ഒരു ഭാഗമാണല്ലോ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു കുറെ പേര് സ്ട്രഗിൾ ചെയ്യുന്നില്ലേ? അത് ഉണ്ട്. പക്ഷെ അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും അവര്. നമുക്കപ്പൊ അതിപ്പം കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ അവസ്ഥകളാണ് അതില്ലേ. ഇപ്പൊ നമുക്ക് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് അതില് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അതെ. അല്ല അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചെറുപ്പക്കാരുടെ ലൈഫ് സ്റ്റൈൽ അല്ലേ ബെറ്റർ? കാരണം അവരവരുടേതായിട്ടുള്ള രീതികൾ അവർക്ക് ആഗ്രഹമുള്ളതെല്ലാം ചെയ്യുന്നു അല്ലേ? അതല്ലേ, എന്താണ് അതിനെ കുറിച്ചൊരു അഭിപ്രായം? അവര് ചെയ്യുന്നു. പക്ഷെ ഒരു 10 കൊല്ലം കഴിയുമ്പം അവര് ഇന്ന് ജീവിച്ച ഒരു ജീവിതമായിരിക്കും അവരുടെ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇവരാണ് അവർ എന്നുള്ള അല്ലേ അതെ, കുറച്ച് അതെ. കഴിയുമ്പോൾ. അല്ല എനിക്കിതിലുള്ള ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ചെറുപ്പക്കാര് ഡ്രഗ് യൂസ്, ഇപ്പൊ നേരത്തെ നീನು പറഞ്ഞു അതൊരു തെറ്റാണോ എന്ന് ചോദിച്ചു അല്ലേ? ആൽക്കഹോൾ തെറ്റല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ആൽക്കഹോളിസം അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസിൽ ഡ്രഗ് അഡിക്ട്സ് ആവുന്ന ഒരു ലെവലുണ്ട്. അപ്പൊ അത് നമ്മൾ ഇപ്പം പ്രത്യേകിച്ച് ഫ്രീഡം ഓവറായിട്ട് കിട്ടുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും. പിന്നെ പലരിലും കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ജോലി ഇല്ലാതിരിക്കുമ്പോൾ ഉള്ള ബോറടി. അവിടെ നിന്ന് പലപ്പോഴും തുടങ്ങാറുണ്ട്. അങ്ങനെ പല പല റീസൺസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ എനിവേ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ഒരു സമൂഹം തന്നെ മോശമായി പോകുന്ന സാഹചര്യം വരുമോ എന്നുള്ളൊരു കൺസേൺ കൊണ്ടാണ് ഈ ചോദിക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ള ഈ ഡ്രഗ് അബ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്? ഏം, അത് നമുക്ക് അഡിക്ഷൻ വരുന്നത് തീർച്ചയായിട്ടും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അത് ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജോലി, നമ്മുടെ സൊസൈറ്റീനെ, എല്ലാവരും. പക്ഷെ നമ്മൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവാത്തിടത്തോളം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പബ്ലിക്കിനെ ഉപദ്രവിക്കാത്തിടത്തോളം, അത് അവരവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് അന്ന് വേണം പറയാനായിട്ട്. ഉം. അത് ശരിയാണ്. ഒരു പരിധിവരെ നിങ്ങളതായിട്ടുള്ള സ്പേസിൽ നിങ്ങൾ എന്ത് ചെയ്താലും ആർക്കും ഒന്നും ചോദിക്കാനില്ല. പക്ഷേ ഇത് പബ്ലിക്കിലോട്ട് വരുന്നിടത്താണല്ലോ നമ്മളെല്ലാവരും അറിയേണ്ട ഒരു സാഹചര്യം വരുന്നത്. അതെ. അപ്പോ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ അടികൾ നടക്കുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് അറിയോ? ഈ യങ് യൂത്തും അല്ലെങ്കിൽ അമ്മാവൻസ് എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് കഥകൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷെ ചെറിയൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് പോയപ്പം ഇതുപോലെ അവിടെ DJ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് കുറെ പുതിയ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പുതിയ പാട്ടുകളൊക്കെയാണ് പ്ലേ ചെയ്യുന്നത്. കാരണം അത് വളരെ ചെറുപ്പം ഒരു പയ്യനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പഴയ മലയാളികൾക്ക് അവർക്ക് കുറെ വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്നവരെ പഴയ പാട്ടുകൾ കേൾക്കണം. വേൽമുരുകയൊക്കെ. വേൽമുരുകൻ, പിന്നെ നമ്മുടെ മധുരക്കിനാവ്, അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ. കാരണം അറിയാലോ, അതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു അതെ, അതെ. കുറെ വർഷങ്ങളായിട്ട് യൂണിവേഴ്സൽ യൂണിവേഴ്സൽ DJ പാട്ടുകളാണ്. അതെ, അതെ. അപ്പൊ നമ്മളപ്പോ ഒരു പുതിയൊരു ഇത് ഇടുമ്പം ആളുകൾക്ക് അത് അംഗീകരിക്കാൻ അങ്ങ് പറ്റുന്നുണ്ടാവില്ല. ഉം. അപ്പൊ ഇവര് പറയുന്നത് ഇവർക്ക് ഇത് വേണം, അവര് പറയുന്നത് അവർക്ക് അത് വേണം. അവസാനം അത് അടിയായി, ഇതായി. ഇതെല്ലാം പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു ഇതാണ്. തീർച്ചയായിട്ടും അല്ലേ? പിന്നെ ഇതില് ഈഗോയാണ് അപ്പോ പ്രധാന ഇഷ്യൂ അല്ലേ? ഈഗോ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിലിപ്പോ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ പുതിയ പിള്ളേർ വെള്ളമടിച്ച് അലമ്പുണ്ടാക്കുന്നു. നമ്മുടെ പഴയ മലയാളികൾ എത്രയോ അസോസിയേഷനിൽ വെള്ളമടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നു, വളരെ ഇല്ലേ? സത്യമാണ്. ഇപ്പൊ അസോസിയേഷനില് പരിപാടിക്ക് പോകുന്നത് പോലും വെള്ളം അടിക്കാന്നുള്ള ഒരു പ്ലാനിലായിരിക്കും എല്ലാവരും കൂടെ കാർ പോകുന്നത് കൂട്ടിനാണ് അല്ലേ? പോകുന്നത്. അതെ, അതെ, അതെ. അങ്ങനെ പലരുടെയും സംഭവങ്ങൾ അല്ലെ? കേൾക്കുന്നുണ്ട്. അപ്പം പഴയ ആളുകൾ അടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പുതിയ ആളുകൾ ഉണ്ടാക്കുമ്പം എല്ലാ പുതിയ പിള്ളേരും മോശമാണ്, അങ്ങനെ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. തീർച്ചയായിട്ടും അടച്ചാക്ഷേപിക്കാതിരിക്കുക അതെ, ഒരു അതെ, മൊത്തം ഒരു ഗ്രൂപ്പിനെ അല്ലേ? അതെ, അതെ. പിന്നെ അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് നീನು പറഞ്ഞൊരു കാര്യത്തില് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് നമ്മുടെ പഴയ കാലത്തിലുള്ള ചെറുപ്പക്കാര് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഇന്നത്തെ ഈ പ്രായമായി അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽഡ് ആയവർ അവരുടെ മനസ്സിലുള്ള ചെറുപ്പം ആണ് അവർ ഇന്നും നാട്ടിലും പ്രതീക്ഷിക്കുന്നത് അല്ലെ? അതെ, അതെ, അതെ. അതുകൊണ്ടായിരിക്കാം നാട്ടിലൊക്കെ പിള്ളേർ എന്ത് നന്നായിരുന്നു ഇവിടെ വരുമ്പോ ഇങ്ങനെ എന്ന് തോന്നിയിട്ടുണ്ടോ? ആ, ഈ-
അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെയുള്ള ഒരു യൂത്ത് എന്ന് പറയുന്ന ഇത്രയില്ലെങ്കിലും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് നാട്ടിലുള്ളവരും. പക്ഷെ നമ്മളത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ചിലപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ കസിൻസ് പിള്ളേരെ അങ്ങനെ അവർ വീട്ടിലുള്ളതല്ല, അവർക്ക് പുറമെ വേറെ മുഖം ഉണ്ടായിരിക്കും, നമുക്കറിയില്ല അത്. വളരെ സത്യമാണ് അല്ലേ? കാരണം നമ്മൾ വല്ലപ്പോഴും പോകുന്നു, അവിടെ ഇരിക്കുന്ന കസിന്റെ മോനെ കാണുന്നു, ആ സുഖമല്ലേ, അപ്പൊ നല്ല പയ്യൻ. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ ആ പ്രായത്തിലൊരു പയ്യനെ കാണുമ്പോൾ നാട്ടിലൊക്കെ എത്ര നന്നായിട്ട് പിള്ളേര്, നമുക്കറിയില്ലല്ലോ ഇവര് ഫ്രണ്ട്സിന്റെ കൂടെ കൂടുമ്പോൾ ഇവരെങ്ങനെയാണെന്ന് നമ്മൾ അറിയുന്നു. എക്സാക്ട്ലി. ഇല്ല. ഇതൊരു കാലഘട്ടത്തിന്റെ മാറ്റമാണ്, അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലെ? അതല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ബെസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ സോണിൽ നിൽക്കുക. അത് നമ്മൾ നല്ല വശങ്ങൾ കാണുന്നതിൽ പരാജയപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണം എന്തെങ്കിലും പറയാമോ? ഉദാഹരണം, ഇവിടെ വരുന്ന എത്രയോ കുട്ടികൾ നല്ല പൊസിഷനിൽ ഇപ്പൊ ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ അവരിവിടെ വന്ന് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവരിവിടുത്തെ PR എടുത്ത്, അല്ലെങ്കിൽ അവർ ഈ ഒരു പ്രായത്തിൽ തന്നെ എത്രയോ കാശ് ഉണ്ടാക്കുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ അവരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, വളരെ സത്യമാണ്. കാരണം നഴ്സിംഗിലായ പോലെ എനിക്കറിയാം, വർഷങ്ങളായിട്ട് ഒരേ ബാൻഡുകളിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ വളരെ ഗ്രാജുവൽ ആയിട്ട് ബിൽഡ് ആയവരൊക്കെ എനിക്കറിയാം. അതേസമയം ഇന്ന് നോക്കുന്ന ചെറുപ്പക്കാരൊക്കെ ബാൻഡ് 6ഉം അതിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞു. വളരെ പെട്ടെന്നുള്ളൊരു ട്രാൻസിഷൻ പരിപാടികൾ നടക്കുന്നു. അവരുടെ ഗ്രോത്ത് വളരെ പെട്ടെന്നാണ്. അതുപോലെ തന്നെ അവർക്ക് അതിനുള്ള കഴിവുണ്ട്. കാരണം നമ്മളൊക്കെ വളരെ വൈകി അച്ചീവ് ചെയ്തൊരു കാര്യം അവർ വളരെ ചെറുപ്പത്തിലേ ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അല്ല, അതേസമയം ഈ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെറുപ്പക്കാർക്ക് ആവശ്യമാണ്. അതും നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം. അതെനിക്ക് തോന്നുന്നത് ഈ പഴയ ആൾക്കാരിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണ് അല്ലെ? പലപ്പോഴും ആണ്. അപ്പം ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ചെയ്യണം. ഇപ്പം ചില സമയത്ത് നമ്മളാണെങ്കിലും പഴയ ആളുകളെ കളിയാക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അമ്മാവിന് എന്തിന്റെ കേടാ, അല്ലെങ്കിൽ ഈ അമ്മായിക്ക് എന്തിന്റെ കേടാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതെ അതെ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ബഹുമാനം ഇല്ലാത്തൊരു പ്രവണതയുണ്ട് പൊതുവെ. ആൾക്കാരെ കാണുമ്പോൾ പലപ്പോഴും ഒരുപാട് പേർക്ക് ഒരു പുച്ഛവും ഉള്ളതായിട്ട് ഞാൻ പലപ്പോഴും. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുച്ഛമുണ്ട്. പുതിയ ആളുകൾ കാണുമ്പോൾ പഴയർക്കും ഉണ്ട്, പഴയ ആളുകൾ പുതിയ. പക്ഷെ എല്ലാവരും ഞാൻ പറയില്ല, ഒരുമിച്ച് ഇപ്പം എല്ലാത്തിനും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ കുറവാണ്. തീർച്ചയായിട്ടും. അല്ല, ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും അടുത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയാറുണ്ട്, സത്യമായി ഇന്നത്തെ ഒരു ജനറേഷൻ ആയിരുന്നു നമ്മളന്നൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊക്കെ കിട്ടുന്ന ഒരു ഫ്രീഡവും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷറും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. സത്യം പറഞ്ഞാൽ അതൊരു ലക്കി ആയിട്ടാണ് കാണുന്നത്, നല്ലൊരു എക്സ്പോഷർ. പിന്നെ ഈ പറഞ്ഞ പോലുള്ള ഡ്രഗ് അബ്യൂസ് അതിലോട്ടൊന്നും പെടാതിരിക്കുക എന്നുള്ളത് ഒഴിച്ച് അല്ലെ, ബാക്കി കാര്യങ്ങളിലൊക്കെ അവർ അത്യാവശ്യം ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ? എല്ലാ രീതിയിലും ഇൻഡിപെൻഡന്റ് ആണ്. അവർ പാരന്റ്സിനെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. എക്സാക്ട്ലി. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നീനും ഇവിടെ വന്നിട്ട് ഇപ്പൊ 12 വർഷമായെന്ന് പറഞ്ഞു. അപ്പൊ നാട്ടിലായിരുന്നല്ലോ ഇതിനു മുമ്പേ. അപ്പൊ ഇവിടെ വരുന്നപ്പോ ആസ് എ ലേഡി എന്തെങ്കിലും ഡിഫറൻസുകൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? നാട്ടിലെ കൾച്ചറും രീതികളും അറിയാം. ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ഡിഫറൻസുകൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കിവിടെ കുറച്ചും കൂടെ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റുന്ന പോലെ തോന്നാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ നാട്ടിൽ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ നാട്ടിൽ നമ്മൾ ഡ്രൈവിന് അത്രയും സമയം വേണ്ട ഇപ്പൊ നമുക്കൊന്ന് ജോലിക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ ജോലിയിലാണെങ്കിൽ വർക്ക് പ്രഷർ കുറവാണ് നാട്ടിലെ വെച്ച്, കൂടുതലും അത്ര ഇല്ലെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു ഓഫ് ഡേയിൽ ഒരിക്കലും അവര് നമ്മളെ വിളിക്കുവോ അല്ലെങ്കിൽ നമ്മളുടെ ഇതിൽ അങ്ങനെ ബുദ്ധിമുട്ടിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമുക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നമുക്ക് ജോലി മാറാം, ഇഷ്ടംപോലെ ജോലി സാധ്യതകളുണ്ട് ഇവിടെ. അപ്പോൾ അതെനിക്ക്, ഞാൻ ബാംഗ്ലൂരായിരുന്നു പഠിച്ചത്, +2 കഴിഞ്ഞിട്ട് ബാംഗ്ലൂരായിരുന്നു പഠിച്ചത്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് തോന്നിയിട്ടില്ല. ഡിഫറൻസ് തോന്നുന്നത് കൂടുതലും നാട്ടിൽ നിന്നിട്ട് നേരെ UK വന്നിട്ടുള്ള ആളുകൾക്കാണ് ഈ പറഞ്ഞ ഫ്രീഡം ആണെങ്കിലും അല്ലെങ്കിൽ വലിയൊരു വ്യത്യാസങ്ങൾ തോന്നുന്നത്. തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കുന്ന സൊസൈറ്റിയുടെ ഒരു കണ്ണുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എപ്പോഴും, അറിയാലോ ലേഡീസിന് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, അതിൽ നിന്നൊക്കെ ഒരു ഫ്രീഡം കിട്ടിയതായിട്ട് തോന്നിയിട്ടില്ല ഇവിടെ വന്നപ്പോ? അതോ? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം തോന്നിയിട്ടില്ല. അത് ഞാൻ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഇതും അതുകൊണ്ടൊക്കെ ആയിരിക്കണം. പക്ഷെ പലരും പറയാറുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇഷ്ടമുള്ള ഡ്രസ് ഇടാം, ഇഷ്ടമുള്ള റൂമിൽ കയറി വരാം. പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ള ഒരു കോമൺ കമന്റ്സിൽ ഒന്നാണ്, അതായത് അവർക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഇൻ ഡ്രസ്സിംഗ് ആയിക്കോട്ടെ, എന്തിനേറെ ഡ്രസ്സിംഗ് എന്ന് എടുത്ത് പറയുമ്പോൾ തന്നെ അത് എത്ര വലിയ ശോകമാണെന്ന് ആലോചിക്കണം അല്ലേ? അതുപോലുള്ള പല റീസൺസ് പറയുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ. അപ്പോ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർ അവരുടേതായിട്ടുള്ള ലൈഫിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ് പോകുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലയിടത്തും നടക്കുന്നത് ഹൈലൈറ്റഡ് ആവുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട് അല്ലെ? ഒരു ജഡ്ജ്മെന്റൽ ആയിട്ട് പലപ്പോഴും ആണ്. തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഒരാള് ഇതുപോലെ ഒരു മലയാളി യുവാവിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസുകൾ കാണും. പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് പേര് നല്ല സക്സസ്ഫുൾ ആയിട്ട് വരുന്നവരുണ്ട്, നല്ല ജോലിയിൽ കയറുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് കണ്ണടയ്ക്കും. നമുക്ക് എപ്പോഴും ആ മോശം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനാണ്. തീർച്ചയായും. മാത്രമല്ല ഇപ്പൊ എന്തുമാത്രം ബിസിനസ് മേഖലകളിൽ പബ് ഇടയ്ക്ക് സ്വന്തമായി തുടങ്ങിയ മലയാളീസ്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ്, അത് ഇത് എല്ലായിടത്തും ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പഴയ ആൾക്കാരിനെക്കാളും കൂടുതൽ ഇപ്പൊ വന്നിട്ടുള്ളവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. പുതിയ പിള്ളേർ തന്നെയാണ് ഇപ്പൊ കൂടുതലും. ഇപ്പൊ കേരള റെസ്റ്റോറൻറ്റ്, പണ്ടൊക്കെ മലയാളി റെസ്റ്റോറൻറ്റ് ആകെ 1-2 ഉണ്ടായിരുന്നത് ഇപ്പം ഒരു സ്ഥലത്തിന് 3-4 മലയാളി റെസ്റ്റോറൻറ്റ്, അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ വന്നു. തീർച്ചയായിട്ടും.
അത് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ മറ്റുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്ത് എല്ലാവരും മൊത്തം ഒരു യങ്സ്റ്റേഴ്സിനെ ഇതാക്കാതിരിക്കുക. ജനറലൈസ് ചെയ്ത് എല്ലാവരും മോശം എന്ന് പറയുന്ന ഒരു ഇത് തീർച്ചയായും. പൊതുവെ കണ്ടുവരാറുണ്ട്. അതേസമയം നമ്മൾ ആസ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാവാൻ യങ്സ്റ്റേഴ്സും ശ്രമിക്കേണ്ട കാര്യമാണ്. അത് കുറേയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് വർഷങ്ങളായവർക്ക് അനുഭവങ്ങളുണ്ട് അല്ലെ, അവരുടെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട് നിന്ന് തീർച്ചയായും. അവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഓപ്പൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നീട് പഠിച്ച് തന്നെ അല്ലെ, അനുഭവത്തിലൂടെ നിങ്ങൾ പഠിച്ച് ആ ഒരു അതെ, സ്റ്റേജിൽ ഉണ്ട് ഉണ്ട്. പിന്നെ പലർക്കും ഉള്ളൊരു ഇത് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എത്തിയത്. ഇപ്പം നിങ്ങൾക്കിപ്പം എന്ത് സുഖമാണ്, പെട്ടെന്ന് ഇങ്ങ് കയറി വന്നു. അല്ലെങ്കിൽ വളരെ ഈസി, അത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്തൊരു കാര്യം വേറെ ആൾ വളരെ ഈസി ആയിട്ട് ചെയ്യുമ്പോൾ ഒരു അസൂയ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇതിപ്പം സ്റ്റുഡന്റ് വിസയിൽ കുറെ പിള്ളേർ ഇപ്പൊ കയറി വരുന്നുണ്ട് അങ്ങനെ. അല്ല അതിപ്പോ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ പറയുന്നത് എവിടെയെങ്കിലും പോവാമെന്ന് പറഞ്ഞ് അയ്യോ UK വേണ്ട, അവിടെ ഇപ്പൊ എല്ലാവരും ആയി എന്ന് പറയുന്ന അവസ്ഥ. ഇവിടെ നിൽക്കുന്നവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇപ്പൊ ഒരുപാട് മലയാളീസ് ആയി പോയി, ഇപ്പൊ ഇവിടെ നിന്നെല്ലാം പോയാലോ എന്നുള്ള രീതിയായി. അതൊക്കെ ഒരു ഈഗോയുടെ ഭാഗമാണ്. ആണാണ്. ഒന്നുമില്ല. ഇവിടെ ഈ പുതിയ പിള്ളേരെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അവർ നിങ്ങളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. ഇപ്പൊ UK പണ്ടത്തെ പോലെ ഒരു വിലയില്ല. ഞാൻ വിചാരിച്ചു അതെന്താ, അത് ഒരുപാട് മലയാളികൾ കയറി വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദുബായൊക്കെ നാടായി കിടന്ന ദുബായ് മലയാളി എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ഫാമിലി ഉണ്ടാവും. അടുത്ത ഈസ്റ്ററിന് നമ്മൾ ആ 10 ഫാമിലിനെ കാണും. അതിന്റെ അടുത്ത ഓണത്തിന് നമ്മൾ ഈ 10 ഫാമിലിനെ കാണും. അത് കഴിഞ്ഞിട്ടുള്ള ഗെറ്റ് ടുഗദറുകൾ നമ്മൾ ഈ 10 അത് വളരെ സത്യമാണ്. ഇപ്പൊ ഒരുപാട് പുതിയ മുഖങ്ങൾ കാണുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഡാൻസിനൊക്കെ ആണെങ്കിൽ ഒരുപാട് കുട്ടികൾ എനിക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പേരേ ഉള്ളൂ. 5 പേര് വെച്ച് തന്നെ നമ്മൾ പിന്നെയും അതെ അതെ. മാത്രമല്ല ആള് കൂടുന്നതനുസരിച്ച് നമുക്ക് സിനിമകളായിക്കോട്ടെ, ഇപ്പൊ തിയേറ്റേഴ്സിൽ വരുന്ന ഓപ്ഷൻസ് മാറി. അല്ലെങ്കിൽ ഇപ്പൊ പാർട്ടീസ് അല്ലെ, DJ പാർട്ടീസ്, പല മലയാളി സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ആളുകൾ കൂടുന്നതിന്റെ ഗുണങ്ങളാണ്. ഇവിടെ എന്റർടൈൻമെന്റ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കരയുന്നുണ്ട്. അതെ അതെ. എന്റർടൈൻമെന്റുകൾ വരുന്നത് ആള് കൂടുമ്പോൾ തന്നെയാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ വരുമ്പോൾ അത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കുറെ ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ റോട്ടിൽ കിടന്ന് നടക്കുമ്പോൾ മലയാളം പറയുന്നത് കേൾക്കാറുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും മനസ്സിലാവുന്നു. എനിവേ എന്തായാലും കുറെ നേരം നമ്മൾ നല്ലൊരു കോൺവെർസേഷൻ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ പറയുക. എന്തായാലും താങ്ക് യു നീനു, ഒരു നല്ല കോൺവെർസേഷൻ ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ്, ഫോളോ എല്ലാം ചെയ്യുക. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോസ് ആയിട്ട് വരും. സോ ലെറ്റ്സ് ടൈം.